ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് എന്താണ്? ഹൊറിസോണ്ടൽ കർവ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻറ്റ്സ്, അതിൻ്റെ തിയറി, ഡിസൈൻ, പ്രോബ്ലംസ് എല്ലാം ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ വെർട്ടിക്കൽ അലൈൻമെൻറ്റിലേക്കാണ് കടക്കുന്നത്. എന്താണ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്? ഒന്ന് ചിന്തിച്ച് നോക്കുക. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ റോഡിൻ്റെ സെൻറ്റർ ലൈൻ എത്രമാത്രം എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നു വിത്ത് റെസ്പെക്ട് ടു എ ഹൊറിസോണ്ടൽ. അതാണ് എന്ത്? വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. ദ എലിവേഷൻ ഓഫ് ദ സെൻറ്റർ ലൈൻ ഓഫ് ദ റോഡ് ഈസ് നോൺ ആസ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. നമ്മളൊരു റോഡ് കൺസിഡർ ചെയ്യുക. ആ റോഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ട് എൻഡ് പോയിൻ്റ് വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എലോങ് ദ ലെങ്ത് ഓഫ് ദ റോഡ് പല സ്ട്രെച്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു 100 മീറ്ററാണ് ആകെ ഉള്ളതെങ്കിൽ 10 മീറ്ററിൻ്റെ 10 സ്ട്രെച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓരോ സ്ട്രെച്ചും എടുത്ത് അതിൻ്റെ ബിഹേവിയർ പരിശോധിച്ച് കഴിഞ്ഞാൽ ചില സ്ട്രെച്ച് ലെവലായിരിക്കും, എന്നാൽ ചില സ്ട്രെച്ചുകൾ സ്ലോപ്പുകൾ ഉണ്ടാവും. അതായത് കയറ്റങ്ങളോ ഇറക്കങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. നാച്ചുറൽ ഗ്രൗണ്ട് ഓർ ദ ടോപ്പോഗ്രഫി മേ ബി ലെവൽ അറ്റ് സം പ്ലേസസ് ബട്ട് മേ ഹാവ് സ്ലോപ്സ് ഓഫ് വേരിയിങ് മാഗ്നിറ്റ്യൂഡ്സ് അറ്റ് അതർ ലൊക്കേഷൻസ്. ഇപ്പോൾ നമ്മളൊരു ഹൈവേ അലൈൻ ചെയ്യുന്ന സമയത്ത് ഒരു കോമൺ പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ ഏത് ടോപ്പോഗ്രഫിയിലാണോ നമ്മുടെ ലാൻഡ് ഉള്ളത് ആ ടോപ്പോഗ്രഫി തന്നെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഹൈവേയും നമ്മൾ കൊടുക്കാറുള്ളത്. അതായത് ഇപ്പോൾ സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ അതേ സ്ലോപ്പ് തന്നെ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹൈവേയും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതല്ലാതെ സ്ട്രെയിറ്റ് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കട്ടിങ് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് ഫില്ല് ചെയ്യേണ്ടി വരും. ഇതെല്ലാം എന്താണ്? കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. അതുപോലെ തന്നെ എന്താ? ഡ്രെയിനേജ് കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. മറ്റ് റിക്വയർമെൻറ്റ്സും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ? ഹൈവേ അലൈൻ ചെയ്യാൻ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന എന്താണ്? ജനറൽ ടോപ്പോഗ്രഫി ഓഫ് ദ ലാൻഡ് എന്താണോ അതിനനുസരിച്ച് റോഡും അലൈൻ ചെയ്യും. വൈൽ അലൈനിങ് എ ഹൈവേ ഇറ്റ് ഈസ് the common practice to follow the general topography of the land, keeping in view the drainage and other requirements on each stretch to minimize deep cuttings and very high embankments. Okay. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു റോഡ് പല സ്ട്രെച്ചുകളായി ഡിവൈഡ് ചെയ്താൽ ലെവലായിട്ടുള്ള സ്ട്രെച്ച് ഉണ്ടാവാം, സ്ലോപ്പായിട്ടുള്ള സ്ട്രെച്ച് ഉണ്ടാവാം, അല്ലേ? ഇതിൻ്റെ ഒരു കോമ്പിനേഷനെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ പ്രൊഫൈൽ ഓഫ് എ റോഡ്. ഹെൻസ് എ വെർട്ടിക്കൽ പ്രൊഫൈൽ ഓഫ് എ റോഡ് വുഡ് ഹാവ് ലെവൽ സ്ട്രെച്ചസ് ആസ് വെൽ ആസ് സ്ലോപ്സ് ഓർ ഗ്രേഡ്സ്. ഈ സ്ലോപ്പിനെ തന്നെയാണ് നമ്മൾ ഗ്രേഡ്സ് എന്ന് വിളിക്കുന്നത്. ഗ്രേഡ്സ് അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഇൻ ഓർഡർ ടു ഹാവ് സ്മൂത്ത് വെഹിക്കിൾ മൂവ്മെൻറ്റ്സ് ഓൺ ദ റോഡ് ദ ചേഞ്ചസ് ഇൻ ദ ഗ്രേഡിയൻ ഷുഡ് ബി സ്മൂത്തൻഡ് ഔട്ട് ബൈ ദ വെർട്ടിക്കൽ കർവ്സ്. വെർട്ടിക്കൽ കർവ്സ് എന്നുള്ള ഒരു എലമെൻറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ റോഡിൽ ഗ്രേഡിയൻസ് എവിടെയൊക്കെ ചേഞ്ച് ചെയ്യുന്നു ആ ചേഞ്ച് ചെയ്യുന്ന പോയിൻറ്റ്സിൽ അല്ലെങ്കിൽ ഗ്രേഡിയൻസിൻ്റെ ഇൻ്റർസെക്ഷൻസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണെന്ത്? വെർട്ടിക്കൽ കർവ്. എന്തിനു വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് ഗ്രേഡിയൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടെങ്കിൽ, അതായത് എക്സാമ്പിളായിട്ടൊരു അപ്പ് ഗ്രേഡിയൻ്റ് ഫോളോഡ് ബൈ ഡൗൺ ഗ്രേഡിയൻ്റ് എടുക്കുക. ഒരു കയറ്റം കയറി വരുന്നു വെഹിക്കിൾ, അതിൻ്റെ പീക്കിലെത്തിയതിന് ശേഷം താഴേക്ക് ഇറങ്ങിപ്പോകണം. അപ്പോൾ കയറ്റം കയറുന്ന അപ്പ് ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ അസെൻഡിങ് ഗ്രേഡിയൻ്റ് അതിൻ്റെ സ്ലോപ്പ് N1 ആണെന്ന് വിചാരിക്കുക. അതുപോലെ പീക്കിലെത്തിയതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സ്ലോപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും, അത് N2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് ഗ്രേഡിയൻസും ഡിഫറെൻ്റ് ആണ്. ഈ രണ്ട് ഗ്രേഡിയൻസും ജോയിൻ ചെയ്യുന്നത് ആ പീക്ക് പോയിൻറ്റിലാണ്. ആ പീക്ക് പോയിൻ്റ് അതായത് ഇൻ്റർസെക്ഷനിലാണ്. ആ ഇൻ്റർസെക്ഷൻ്റെ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇൻ്റർസെക്ഷൻ്റെ ഡിസൈൻ സ്മൂത്ത് ആയിരിക്കണം. കാരണം എന്താണ്? എങ്കിൽ മാത്രമേ അതിലൂടെ പാസ് ചെയ്യുന്ന വെഹിക്കിൾസിൻ്റെ മൂവ്മെൻറ്റും എന്താവും? സ്മൂത്ത് ആവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എലമെൻ്റാണ് വെർട്ടിക്കൽ കർവ്. ദ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഈസ് എ എലിവേഷൻ ഓർ പ്രൊഫൈൽ ഓഫ് ദ സെൻറ്റർ ലൈൻ ഓഫ് ദ റോഡ്. അത് നമ്മൾ കണ്ടതാണ്. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഈസ് എ എലിവേഷൻ ഓർ പ്രൊഫൈൽ ഓഫ് ദ സെൻറ്റർ ഓഫ് ദ റോഡ്. നമ്മുടെ റോഡിൻ്റെ സെൻറ്റർ ലൈൻ എത്രമാത്രം എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നു വിത്ത് റെസ്പെക്ട് ടു എ ഹൊറിസോണ്ടൽ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്?
elevation. Vertical alignment. The vertical alignment of a highway influences vehicle speed, acceleration and deceleration, stopping distance, sight distance, comfort while traveling at high speeds, and vehicle operation cost. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഇത്രയും കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വെഹിക്കിൾ സ്പീഡ്. ഇമാജിൻ ചെയ്യുക, രണ്ട് ഡിഫറെൻറ്റ് സ്ട്രെച്ചസ്, ഒന്ന് ലെവൽ സ്ട്രെച്ചും ഒന്ന് സ്ലോപ്ഡ് ആയിട്ടുള്ള സ്ട്രെച്ചും. ഈ രണ്ട് സ്ട്രെച്ചസിലും വെഹിക്കിൾ സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റുക ലെവലായിട്ടുള്ള സ്ട്രെച്ചിലൂടെയാണ്. രണ്ട്, ആക്സിലറേഷൻ ആൻഡ് ഡിസിലറേഷൻ. ആക്സിലറേഷനും ഡിസിലറേഷനും നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എപ്പോഴാണ്? ഗ്രേഡിയൻസിലൂടെ കടന്നു പോകുന്ന സമയത്താണ്. അതായത് കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ള ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ആക്സിലറേഷനും ഡിസിലറേഷനും നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അതും എന്താണ്, വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആൻഡ് സൈഡ് ഡിസ്റ്റൻസ്. SSD ആൻഡ് OSD ആണ് ഉദ്ദേശിച്ചത്. ആ ഡിസ്റ്റൻസസ് വേരി ചെയ്യും. എന്തിനനുസരിച്ച്? വെർട്ടിക്കൽ അലൈൻമെൻറ്റിനനുസരിച്ച് വേരി ചെയ്യും. നെക്സ്റ്റ്, കംഫോർട്ട് വൈൽ ട്രാവലിംഗ് അറ്റ് ഹൈ സ്പീഡ്സ്. ഹൈ സ്പീഡ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പാസഞ്ചേഴ്സിൻ്റെ കംഫോർട്ട്നെസ്, അതാണ് ഉദ്ദേശിച്ചത്. ലെവലായിട്ടുള്ള സ്ട്രെച്ച് ആണെങ്കിൽ കംഫോർട്ട്നെസ് കൂടും. ഗ്രേഡിയൻസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കംഫോർട്ട്നെസ് കുറയും. അതായത് കയറ്റങ്ങളും ഇറക്കങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ കംഫോർട്ട്നെസ് കുറയും. നെക്സ്റ്റ്, വെഹിക്കിൾ ഓപ്പറേഷൻ കോസ്റ്റ്. ലെവൽ സ്ട്രെച്ച് ആണെങ്കിൽ വെഹിക്കിൾ ഓപ്പറേഷൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. നെക്സ്റ്റ്, ദ വെർട്ടിക്കൽ അലൈൻമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്രേഡ്സ് ഓർ ഗ്രേഡിയൻസ്. ഗ്രേഡ്സ് അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ആണ് ഫസ്റ്റ് കോമ്പോണൻറ്റ് ഓഫ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. ആൻഡ് സെക്കൻഡ് കോമ്പോണൻറ്റ് ഈസ് വെർട്ടിക്കൽ കർവ്സ്. ഗ്രേഡിയൻറ്റ്. വാട്ട് ഈസ് ഗ്രേഡിയൻറ്റ്? ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ സ്ലോപ്സ് ഓൺ റോഡാണ്. റോഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്സ്, അത് തന്നെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. എന്തുകൊണ്ടാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്? നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോപ്പ് അലോങ് ദ ലെങ്ത് ഓഫ് ദ റോഡാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത്, ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ക്രോസ് സെക്ഷണൽ വൈസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെന്താ വിളിക്കുക? ക്രോസ് സ്ലോപ്പ് അല്ലെങ്കിൽ കേംബർ എന്നാണ് പറയുക. അപ്പോൾ റോഡ് ആദ്യം ഇമാജിൻ ചെയ്യുക. റോഡിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നതിനാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുക. എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഗ്രേഡിയൻ്റ് ഈസ് ദ റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ എലോങ് ദ ലെങ്ത് ഓഫ് ദ റോഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ. വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ എത്രമാത്രം റൈസ് അല്ലെങ്കിൽ ഫോള് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, അതിൻ്റെ റേറ്റ് ആണെന്ത്, ഗ്രേഡിയൻറ്റ്. സോ ഗ്രേഡിയൻറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ എലോങ് ദ ലെങ്ത് ഓഫ് ദ റോഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ. ഇനി ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ റേഷ്യോ ഓഫ് 1:x. 1:x മീൻസ് 1 വെർട്ടിക്കൽ യൂണിറ്റ് ടു x ഹൊറിസോണ്ടൽ യൂണിറ്റ്. അതുപോലെ തന്നെ ദ ഗ്രേഡിയൻറ്റ് ഈസ് ഓൾസോ എക്സ്പ്രസ് ആസ് എ പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് എന്ന് നമുക്കിത് എക്സ്പ്രസ് ചെയ്യാം. സൂപ്പർ എലിവേഷൻ പഠിച്ച സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെയായിരുന്നു കണ്ടിരുന്നത്, അല്ലേ? 1:x അല്ലെങ്കിൽ 1:n അല്ലെങ്കിൽ n%. n% എന്ന് വെച്ചാൽ 100 ഹൊറിസോണ്ടൽ യൂണിറ്റിന് n വെർട്ടിക്കൽ യൂണിറ്റ് എന്നാണ് മീനിങ്. ഇനി അടുത്ത സ്ലൈഡിൽ നമ്മളൊരു ഫിഗർ വെച്ചത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫിഗറിൽ 1:x ആണ് ഗ്രേഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ സ്ലോപ്പ് ആംഗിൾ ആയിട്ട് എടുക്കുന്നത് ആൽഫയാണ്. ഈ സ്ലൈഡിൽ 3 ഫിഗർ കാണാം, അല്ലേ? ലെഫ്റ്റ് ടോപ്പിലുള്ള ഫിഗർ ശ്രദ്ധിച്ചാൽ അറിയാം, 1:x എന്നുള്ള റെപ്രസെൻറ്റേഷനാണ് അവിടെ. x ഹൊറിസോണ്ടലിന് 1 വെർട്ടിക്കൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്ലോപ്പ് ആംഗിൾ ഈസ് ആൽഫ. അപ്പോൾ ടാൻ ആൽഫ എന്ന് വെച്ചാൽ എന്താ? 1/x ആണ്. സിൻസ് ദ ആംഗിൾ ആൽഫ ഈസ് വെരി സ്മോൾ, നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഈസ് ഈക്വൽ ടു 1/x എന്ന് എഴുതാം. അതുപോലെ റൈറ്റിലുള്ള ഫിഗർ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യൂ. ആ റൈറ്റിലുള്ള ഫിഗർ ഇതുപോലെ തന്നെ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് വരും? n/100 എന്ന് വരും. എന്തുകൊണ്ടാണ് n/100 എന്ന് റെപ്രസെൻ്റ് ചെയ്തത്? പെർസെൻറ്റേജിലാണ് റെപ്രസെൻറ്റേഷൻ. അതായത് 100 ഹൊറിസോണ്ടലിന് n വെർട്ടിക്കൽ എന്നുള്ള രീതിയിൽ. സോ സിൻസ് ദ ആംഗിൾ ഈസ് വെരി സ്മോൾ, എങ്ങനെ വരും? ആൽഫ ഈസ് ഈക്വൽ ടു n/100 എന്ന് വരും. അത് പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഇൻറ്റു 100. അപ്പോൾ n/100 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു n%, അല്ലേ? അത്രയേ ഉള്ളൂ. ഇനി അതിന് താഴെയുള്ള ഫിഗർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻ അപ്ഗ്രേഡിയൻറ്റ് ഫോളോഡ് ബൈ ഡൗൺ ഗ്രേഡിയൻറ്റ് എന്നുള്ള ഒരു കണ്ടീഷനാണ്. അതായത് ഡിഫറെൻറ്റ് ഗ്രേഡിയൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. +n1 എന്ന് കണ്ടില്ലേ?
താഴത്തെ ഫിഗറിൽ അപ്ഗ്രേഡിയൻറ്റിൻ്റെ മേലെയായിട്ട്, അതായത് അസെൻഡിങ് ഗ്രേഡിയൻറ്റിൻ്റെ മേലെയായിട്ട് +n1 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താണ് ഈ +n1? ആലോചിക്കുക. അസെൻഡിങ് ഗ്രേഡിയൻസ് ആർ ഗിവൺ പോസിറ്റീവ് സൈൻസ് ആൻഡ് ആർ ഡിനോട്ടഡ് ആസ് +n1 അല്ലെങ്കിൽ +n2 എക്സെട്ര. എവിടെയൊക്കെ പ്ലസ് വന്നിട്ടുണ്ടോ അതെല്ലാം അസെൻഡിങ് ഗ്രേഡിയൻസ് ആയിരിക്കും, അതായത് കയറ്റങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്? ഡിസെൻഡിങ് ഗ്രേഡിയൻസ് ആർ ഗിവൺ നെഗറ്റീവ് സൈൻസ് ആൻഡ് ആർ ഡിനോട്ടഡ് ബൈ -n1 അല്ലെങ്കിൽ -n2 എന്നെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡിസെൻഡിങ് ഗ്രേഡിയൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഡൗൺ ഗ്രേഡിയൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗറിൽ α1 α2 രണ്ട് ആംഗിൾസ് ഉണ്ട് അല്ലേ, രണ്ട് സ്ലോപ്പ് ആംഗിൾസ് ഉണ്ട്. കാരണം എന്താ? രണ്ട് ഗ്രേഡിയൻസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. +n1 ഉണ്ട് -n2 ഉണ്ട്. അതാണ് അവിടുത്തെ ഗ്രേഡിയൻസ്. ഒന്ന് +n1ഉം ഒന്ന് -n2. അതിന്ന് നമുക്ക് മനസ്സിലാവാം ഒന്ന് അസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണ്, ഒന്ന് ഡിസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണ്. ആ +n1 എക്സ്റ്റെൻഡ് ചെയ്ത് D വരെ വരച്ചിട്ടുണ്ട്, ഒരു ഡോട്ടഡ് ലൈൻ. എന്നിട്ട് ആ ലൈനും -n2ഉം തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ക്യാപിറ്റൽ N. കണ്ടില്ലേ? ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡീവിയേഷൻ ആംഗിൾ. ഡീവിയേഷൻ ആംഗിൾ, ദ ആംഗിൾ വിച്ച് മെഷേഴ്സ് the change of direction at the intersection of two grades is called the deviation angle. ക്യാപിറ്റൽ N എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഓൾജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഗ്രേഡ്സ്. രണ്ട് ഗ്രേഡ്സ് തമ്മിലുള്ള ഓൾജിബ്രിക് ഡിഫറൻസ് ആണെന്ത്? ഡീവിയേഷൻ ആംഗിൾ. അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? രണ്ട് ഗ്രേഡ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ എത്രമാത്രം ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ആംഗിളാണെന്ത്? ഡീവിയേഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ ഒരു +n1ഉം -n2 ഉണ്ടായിരുന്നു. അവിടുത്തെ ഡീവിയേഷൻ ആംഗിൾ എങ്ങനെ കാണാൻ പറ്റും? n ഈസ് ഈക്വൽ ടു +n1 -n2. ഓൾജിബ്രിക് ഡിഫറൻസ് ആണ് അല്ലേ. -n2 എന്ന് പറയുന്നത് എന്താ? ഡൗൺ ഗ്രേഡിയൻ്റ് ആണ്. അത് തമ്മിലുള്ള ഓൾജിബ്രിക് ഡിഫറൻസ് എങ്ങനെ എടുക്കും? +n1 -n2. അപ്പോൾ n1 + n2 ആണ് അവിടുത്തെ ഡീവിയേഷൻ ആംഗിൾ. Algebraic difference between two grades, where n1 is the ascending gradient and n2 is the descending gradient. Very steep gradients are avoided, as it is not only difficult to climb the grade but also the vehicle operation cost is increased. നമ്മൾ ഗ്രേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ ആ ഗ്രേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ള ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും? ഫസ്റ്റ് വൺ, ആ ഗ്രേഡ് നെഗോഷിയേറ്റ് ചെയ്ത് വെഹിക്കിള് പോവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അതായത് ആ കയറ്റമാണെങ്കിൽ ആ കയറ്റം കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താ, വെഹിക്കിൾ ഓപ്പറേഷൻ കോസ്റ്റും അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എത്രമാത്രം ഗ്രേഡിയൻ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യണം, എത്രമാത്രം റേറ്റ് ഓഫ് സ്ലോപ്പ് അല്ലെങ്കിൽ റൈസ് ഓർ ഫോൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം എന്ന് തീരുമാനിക്കാം. അതുപോലെ തന്നെ നമ്മളൊരു വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുവയ്ക്കും. 2 3 4 ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ, ചിലപ്പോൾ അതിലധികം ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടുവയ്ക്കും. എന്നിട്ട് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഏതാണോ അത് നമ്മൾ ഫൈനലൈസ് ചെയ്യും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്തെല്ലാം ഉണ്ടാവും കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിലോ വെഹിക്കിൾ ഓപ്പറേഷൻ കോസ്റ്റ്. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫൈനലൈസ് ചെയ്യുക? ഏത് ഗ്രേഡിയൻറ്റ്, ഏത് വെർട്ടിക്കൽ ഗ്രേഡിയൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഫൈനലൈസ് ചെയ്യുക. സോ ദ ഹൈവേ എഞ്ചിനീയർ ഹാസ് ടു കൺസിഡർ ഓൾ ആസ്പെക്ട്സ് സച്ച് ആസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്, practical problems in construction at the site, and the vehicle operation cost while considering different alternative alignments before finalizing the gradients and vertical alignment of the highway. Types of gradient. 4 ടൈപ്പ് ഗ്രേഡിയൻറ്റ് പഠിക്കാനുണ്ട്. റൂളിംഗ് ഗ്രേഡിയൻറ്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്, മിനിമം ഗ്രേഡിയൻറ്റ്. ഇതിൽ ആദ്യത്തേത് റൂളിംഗ് ഗ്രേഡിയൻ്റ് ആണ്. എന്താണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്? വളരെ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കുക. മാക്സിമം നമുക്ക് എത്ര ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. അതായത് റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഈസ് ദ മാക്സിമം ഗ്രേഡിയൻറ്റ് വിത്തിൻ വിച്ച് ദ ഡിസൈനർ അറ്റംപ്റ്റ്സ് ടു ഡിസൈൻ
ദ വെർട്ടിക്കൽ പ്രൊഫൈൽ ഓഫ് എ റോഡ്. ഒരു റോഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം അനുവദനീയമായിട്ടുള്ള ഗ്രേഡിയൻ്റ് എത്രയാണോ അതിനെയാണ് റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുക. ഗ്രേഡിയൻസ് അപ് ടു റൂളിംഗ് ഗ്രേഡിയൻ്റ് ആർ അഡോപ്റ്റഡ് ആസ് നോർമൽ കോഴ്സ് in design of vertical alignment and accordingly the quantities of cut and fill are decided. അപ്പോൾ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഗ്രേഡിയൻറ്റിനെ വിളിക്കുന്ന പേരാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. ആ റൂളിംഗ് ഗ്രേഡിയൻറ്റിനകത്ത്, അതായത് അതിനേക്കാളും ഫ്ലാറ്ററായിട്ട് കൊടുക്കുന്ന ഗ്രേഡിയൻസും എല്ലാം നോർമലായിട്ടാണ് നമ്മൾ സാധാരണ പരിഗണിക്കാറുള്ളത് ഡിസൈനിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ ഈ ഒരു ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എത്രമാത്രം കട്ട്, എത്രമാത്രം ഫില്ല് വേണ്ടി വരും, കട്ടും ഫില്ലും വേണ്ടി വരും. അതായത് എത്ര ക്വാണ്ടിറ്റി ഓഫ് സോയിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും, എത്ര ക്വാണ്ടിറ്റി അഡീഷണലായിട്ട് നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വരും എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ഈ ഒരു റൂളിംഗ് ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഹെൻസ് റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസൈൻ ഗ്രേഡിയൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഡിസൈൻ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുന്നത്. ഹൗവർ ഫ്ലാറ്റർ ഗ്രേഡിയൻസ് മേ ബി പ്രിഫേർഡ് വേർ എവർ പ്രാക്ടിക്കബിൾ. അപ്പോൾ റൂളിംഗ് ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിലും മാക്സിമം നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്? ഫ്ലാറ്റർ ആയിട്ടുള്ള ഗ്രേഡിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്. ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് ഈസ് യൂസ്ഡ് where the topography of a place compels adopting steeper gradient than the ruling gradient. നമുക്കറിയാം ഡിസൈൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് റൂളിംഗ് ഗ്രേഡിയൻ്റ് ആണ്. അതായത് മാക്സിമം എത്ര ഗ്രേഡിയൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ, ചില ലൊക്കേഷൻസിൽ അവിടുത്തെ ടോപ്പോഗ്രഫി അനുസരിച്ച് നമുക്ക് റൂളിംഗ് ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാതെ വരും. ഈ സമയം നമ്മൾ കുറച്ചുകൂടി സ്റ്റീപ്പറായിട്ടുള്ള ഒരു ഗ്രേഡിയൻ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും. അതായത് റൂളിംഗ് ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡിയൻറ്റിൽ തന്നെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കുറച്ചുകൂടി കൂട്ടി ഒരു ഗ്രേഡിയൻറ്റ്, സ്റ്റീപ്പറായിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഇതിനെയാണ് ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുക. So this gradient is adopted when the ruling gradient results in enormous increase in cost of construction. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അടുത്തത് എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. In some extraordinary situations, it may be unavoidable to provide still steeper gradients than limiting gradient, at least for short stretches. ചില എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് കൊണ്ടും പറ്റാതാവും. അതായത് അതിനേക്കാൾ സ്റ്റീപ്പറായിട്ടുള്ള ഗ്രേഡിയൻ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഘട്ടം വരും. അത്തരം സമയങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീപ്പറായിട്ടുള്ള, അതായത് ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റിനേക്കാൾ സ്റ്റീപ്പറായിട്ടുള്ള ഗ്രേഡിയൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. ആൻഡ് ഇൻ സച്ച് കേസസ് ദ സ്റ്റീപ്പർ ഗ്രേഡിയൻറ്റ് അപ് ടു എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ് മേ ബി പ്രൊവൈഡഡ്. അപ്പോൾ ഏറ്റവും സ്റ്റീപ്പറായിട്ടുള്ള ഗ്രേഡിയൻ്റ് ആണെന്ത്? എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. അതിൽ കുറഞ്ഞതാണ് ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്, പിന്നെ റൂളിംഗ് ഗ്രേഡിയൻറ്റ്. പക്ഷേ ഡിസൈൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് റൂളിംഗ് ഗ്രേഡിയൻറ്റ് തന്നെയാണ്. എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ് ഷോർട്ടറായിട്ടുള്ള സ്ട്രെച്ചിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. However, the exceptional gradient should be strictly limited only for short stretches. ഷോർട്ട് സ്ട്രെച്ചസിന് മാത്രമേ എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. നോട്ട് എക്സീഡിങ് അബൌട്ട് 100 മീറ്റർ അറ്റ് എ സ്ട്രെച്ച്. ഒരു സ്ട്രെച്ചിൽ 100 മീറ്ററിനേക്കാളും എക്സീഡ് ചെയ്യാനും പാടില്ല. The maximum values of ruling, limiting and exceptional gradients recommended by the IRC in different terrains are given in table. ഇപ്പോൾ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ഓർ റോളിംഗ് ടെറൈൻ, മൗണ്ടേനിയസ് ടെറൈൻ, സ്റ്റീപ്പ് ടെറൈൻ, 3 ഡിഫറെൻറ്റ് ടെറൈൻസിലുള്ള ഗ്രേഡിയൻസ് ആണ്. അതായത് റൂളിംഗ് ഗ്രേഡിയൻറ്റും ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റും എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റും. വാല്യൂസ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. റൂളിംഗ് ഗ്രേഡിയൻറ്റിനേക്കാളും സ്റ്റീപ്പറായിരിക്കും ലിമിറ്റിംഗ്, ലിമിറ്റിങ്ങിനേക്കാളും സ്റ്റീപ്പറായിരിക്കും എക്സെപ്ഷണൽ. അങ്ങനെ പഠിക്കുക. അപ്പോൾ ആദ്യത്തെ, ഫോർ എക്സാമ്പിൾ പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, പ്ലെയിൻ ഓർ റോളിംഗ് ടെറൈൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, റോളിംഗ് ടെറൈനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 30 ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് 1 വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കൊടുക്കണം. അല്ല, ഇപ്പോൾ 30 മീറ്റർ ആണെങ്കിൽ 30 മീറ്ററിന് 1 മീറ്റർ എന്ത് കൊടുക്കണം? വെർട്ടിക്കൽ. ആ രീതിയിൽ വേണം നമ്മൾ ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ ലിമിറ്റിംഗ് ആകുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക? സ്റ്റീപ്നെസ് കൂടുക ചെയ്യുക. അതായത് ഇവിടെ 30-1 കൊടുത്താൽ മതി, ലിമിറ്റിംഗ് ആകുമ്പോഴത്തേക്ക് 20-1 കൊടുക്കണം. എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് ആകുമ്പോഴത്തേക്കും 15 മീറ്ററിന് 1 മീറ്റർ
വെർട്ടിക്കൽ എന്നുള്ള രീതിയിൽ വേണം ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ. മിനിമം ഗ്രേഡിയൻറ്റ്, നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഒരു റോഡ്, ആ റോഡിൽ നമ്മൾ തീരെ ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ലെവലായിട്ടുള്ള ഒരു റോഡാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം രണ്ട് ഭാഗങ്ങളിലായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? നമ്മൾ ക്രോസ് സ്ലോപ്പ് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്രോസ് സ്ലോപ്പിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം രണ്ട് വശങ്ങളിലായിട്ട് എത്തിച്ചേർന്നു. അവിടെ നിന്ന് പിന്നെ എന്ത് വേണം? ഈ വെള്ളം ഒഴുകി ഡ്രെയിനേജിനകത്തേക്ക് പോകണം. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും ഡ്രെയിനേജിന് ഓപ്പണിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ മാത്രമേ ഈ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഓപ്പണിങ്സിലേക്ക് ഒഴുകിയെത്താൻ വേണ്ടിയിട്ട് ഒരു മിനിമം ഗ്രേഡിയൻറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ദ റോഡ് ക്യാൻ ബി ലെവൽ with no gradient. In such cases, there will be problems of drainage. Though the surface water can be drained off to the side drains by providing proper camber on the pavement surface. A certain longitudinal slope is essential to drain the water along the side drains depending on the surface of the drains. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിൽ ഡ്രെയിനേജ് പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ഒരു ഗ്രേഡിയൻ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഹെൻസ് ഫ്രം ഡ്രെയിനേജ് പോയിൻ്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ഹാവ് എ സർട്ടൻ മിനിമം ഗ്രേഡിയൻറ്റ് ഓൺ റോഡ്സ്. ഓക്കെ, ദ മിനിമം ഗ്രേഡിയൻറ്റ് വുഡ് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് റെയിൻഫോൾ, ടൈപ്പ് ഓഫ് സോയിൽ, റൺ ഓഫ്, ടോപ്പോഗ്രഫി ആൻഡ് അതർ സൈറ്റ് കണ്ടീഷൻസ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ മിനിമം ഗ്രേഡിയൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. എന്തൊക്കെയാണ്? എമൗണ്ട് ഓഫ് റെയിൻഫോൾ, എത്രമാത്രം മഴ പെയ്യുന്ന സ്ഥലമാണത്. ടൈപ്പ് ഓഫ് സോയിൽ, അതായത് പെർമിയബിലിറ്റി എത്രമാത്രമുള്ള സോയിലാണ്. റൺ ഓഫ് വാട്ടർ, ദെൻ ടോപ്പോഗ്രഫി ആൻഡ് അതർ സൈറ്റ് കണ്ടീഷൻസ്. ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മിനിമം ഗ്രേഡിയൻറ്റ് എത്ര കൊടുക്കണം എന്നുള്ളത് നമ്മളിവിടെ തീരുമാനിക്കുക. ഇനി ടൈപ്സ് ഓഫ് ഡ്രെയിൻസും നമ്മൾ കൊടുക്കുന്ന മിനിമം ഗ്രേഡിയൻസും ഒരു ടേബിൾ ആക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റ് ഡ്രെയിൻസ് ആണെങ്കിൽ 1/500, അതായത് ഫോർ എക്സാമ്പിൾ 500 മീറ്റേഴ്സ് ആണെങ്കിൽ ആ 500 മീറ്റേഴ്സിന് 1 മീറ്റർ വെർട്ടിക്കൽ എന്നുള്ള രീതിയിൽ നമ്മളവിടെ ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. കോൺക്രീറ്റ് ഡ്രെയിൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇൻഫീരിയർ സർഫസസ് ഓഫ് ഡ്രെയിൻസ് ആണെങ്കിൽ, കുറച്ചുകൂടി ഇൻഫീരിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഡ്രെയിൻസ് ആണെങ്കിൽ 200-ൽ 1 കൊടുക്കണം. 200 മീറ്ററിന് 1 എന്നുള്ള രീതിയിൽ ഗ്രേഡിയൻറ്റ് കൊടുക്കണം. ദെൻ സോയിൽ ഡ്രെയിൻസ് ആണെങ്കിൽ 100 മീറ്ററിന് 1 മീറ്റർ വെർട്ടിക്കൽ എന്നുള്ള രീതിയിൽ വേണം എന്ത് കൊടുക്കാൻ? ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ, മിനിമം ഗ്രേഡിയൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ മിനിമം ഇത്രയും ഗ്രേഡിയൻറ്റ് ഉണ്ടായിരിക്കണം. ഗ്രേഡ് കോമ്പൻസേഷൻ. വെൻ ഷാർപ്പ് ഹൊറിസോണ്ടൽ കർവ് ഈസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ എ റോഡ് which has already the maximum permissible gradient, then the gradient should be decreased to compensate for the loss of extra tractive effort due to the curve. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഒരു അപ്ഗ്രേഡിയൻറ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഒരു കയറ്റം കയറി വരുന്നു, കൂടെ ഒരു ഷാർപ്പ് ഹൊറിസോണ്ടൽ കർവ് ഉണ്ടെന്ന് വിചാരിക്കുക. ഹൊറിസോണ്ടൽ കർവ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അവിടെ ഒരു എലിവേഷൻ കൊടുക്കുന്നുണ്ട്, സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പുറമേ ഒരു ഗ്രേഡിയൻറ്റ് കൂടി അവിടെ ആഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഗ്രേഡിയൻറ്റ് ഷുഡ് ബി ഡിക്രീസ്ഡ് ടു കോമ്പൻസേറ്റ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? അവിടെ ഒരു എക്സ്ട്രാ ട്രാക്റ്റീവ് എഫേർട്ട് നമ്മുടെ വെഹിക്കിളിന് എടുക്കേണ്ടി വരും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രേഡിയൻറ്റ് നമ്മൾ അവിടുന്ന് ഒഴിവാക്കും. ഓക്കെ, ഓൾറെഡി നമ്മൾ മാക്സിമം പെർമിസിബിൾ ഗ്രേഡിയൻറ്റിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഗ്രേഡിയൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കോൺസെപ്റ്റാണ് എന്ത്? ഗ്രേഡ് കോമ്പൻസേഷൻ. അപ്പോൾ ദ റിഡക്ഷൻ ഇൻ ഗ്രേഡിയൻറ്റ് അറ്റ് ദ ഹൊറിസോണ്ടൽ കർവ് ഈസ് കോൾഡ് ഗ്രേഡ് കോമ്പൻസേഷൻ. അപ്പോൾ ഗ്രേഡ് കോമ്പൻസേഷൻ കൊടുക്കാറുള്ളത് ഹൊറിസോണ്ടൽ കർവിലാണ്. അപ്പോൾ ഈ ഒരു റിഡക്ഷൻ ഇൻ ഗ്രേഡിയൻറ്റ്, ഓക്കെ, റിഡക്ഷൻ ഇൻ ഗ്രേഡിയൻറ്റ് അറ്റ് ദ ഹൊറിസോണ്ടൽ കർവ് ഈസ് കോൾഡ് ഗ്രേഡ് കോമ്പൻസേഷൻ ഓർ കോമ്പൻസേഷൻ ഇൻ ഗ്രേഡിയൻറ്റ് അറ്റ് ഹൊറിസോണ്ടൽ കർവ്. ഈ പേരുകൾ രണ്ടും ഓർത്ത് വെക്കണം. ഗ്രേഡ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഇൻ ഗ്രേഡിയൻറ്റ്. ഗ്രേഡ് കോമ്പൻസേഷൻ്റെ ഇക്വേഷൻ ഇൻ പെർസെൻറ്റേജ് 30+r/r ആണ്. വേർ r ഇസ് ദ റേഡിയസ് ഓഫ് സർക്കുലർ കർവ് ഇൻ മീറ്റേഴ്സ്. അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് ഗ്രേഡ് കോമ്പൻസേഷൻ ഈസ് ലിമിറ്റഡ് ടു 75/r. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഗ്രേഡ് കോമ്പൻസേഷൻ വാല്യൂസ് കണ്ടുപിടിക്കും. ഒന്ന് നമ്മുടെ 30+r/r വെച്ചിട്ടൊരു വാല്യൂ, അതുപോലെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കും. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. മാക്സിമം വാല്യൂവിനേക്കാളും ഗ്രേഡ് കോമ്പൻസേഷൻ വാല്യൂ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ദ വാല്യൂ ഇസ് ലിമിറ്റഡ് ടു 75/r. അതിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യും. ഓക്കെ, അതായത് മിനിമം വാല്യൂ ഏതാണ്? ഈ രണ്ട് ഇക്വേഷൻസിൽ മിനിമം വാല്യൂ ഏതാണോ വരുന്നത്
അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി അക്കോർഡിംഗ് ടു IRC, the grade compensation is not necessary for gradients flatter than 4%. After grade compensation, the gradient to be provided on the road should not be less than 4%. Gradient more than 4% is to be compensated. അതായത് ഗ്രേഡിയൻറ്റ് 4%-ൽ കൂടുതലായിട്ട് വരുന്ന കേസിൽ മാത്രമേ കോമ്പൻസേഷൻ ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത്. 4%-ലും കുറവാണ് ഗ്രേഡിയൻറ്റ് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 3.5% ആണ് ഗ്രേഡിയൻറ്റ് വന്നതെന്ന് വിചാരിക്കുക. ആ ഗ്രേഡിയൻറ്റ് പിന്നെ കോമ്പൻസേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ 4%-ൽ കൂടിയ കേസ് വന്നു, 6% വന്നു, അത് കോമ്പൻസേറ്റ് ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? 30+R/R ഓർ 75/R എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രേഡ് കോമ്പൻസേഷൻ, കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ വാല്യൂ റെഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണെന്ത്? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ്. അതായത് ഗ്രേഡിയൻറ്റിൽ നിന്നും കോമ്പൻസേഷൻ, അതായത് എത്രമാത്രം റിഡക്ഷൻ അവിടെ ആവശ്യമുണ്ട്, അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു റോളിംഗ് ഗ്രേഡിയൻറ്റ് മൈനസ് ഗ്രേഡ് കോമ്പൻസേഷൻ. ഈ പ്രോബ്ലം നോക്കുക. വൈൽ അലൈനിങ് എ ഹിൽ റോഡ് വിത്ത് എ റോളിംഗ് ഗ്രേഡിയൻറ്റ് ഓഫ് 6%, എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 60 meter ഈസ് എൻകൗണ്ടേർഡ്. ഫൈൻഡ് ദ ഗ്രേഡ് കോമ്പൻസേഷൻ ആൻഡ് ദ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് അറ്റ് ദ കർവ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് റൂളിംഗ് ഗ്രേഡിയൻറ്റ്, ആ ഒരു റോഡിൻ്റെ ഗ്രേഡിയൻറ്റ് തന്നിട്ടുണ്ട്. 6% എന്നുള്ള സ്ലോപ്പിലാണ് നമ്മൾ റോഡ് അലൈൻ ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള ഹൊറിസോണ്ടൽ കർവിൻ്റെ റേഡിയസ് 60 meter ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗ്രേഡ് കോമ്പൻസേഷൻ എത്രയാണ്, ഗ്രേഡ് കോമ്പൻസേഷൻ റെഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് എത്രയാണ്, ഈ രണ്ട് കാര്യങ്ങൾ കാണണം. അപ്പോൾ നമുക്കറിയാം റൂളിംഗ് ഗ്രേഡിയൻറ്റ്, നമുക്ക് തന്ന ഡാറ്റ, ഗിവൻ ഡാറ്റാസ് ആണ് താഴെയുള്ളത്. റൂളിംഗ് ഗ്രേഡിയൻറ്റ് 6% അല്ലേ, റേഡിയസ് ഓഫ് കർവ് R ഈസ് ഈക്വൽ ടു 60 meters തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേഡ് കോമ്പൻസേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? 30+R/R എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് 1.5% കിട്ടി. മാക്സിമം ലിമിറ്റ് ഓഫ് ഗ്രേഡ് കോമ്പൻസേഷൻ 75/R എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് കിട്ടി, 1.25% ആണ്. അപ്പോൾ മാക്സിമം ലിമിറ്റില്ലേ ിനേക്കാളും ഗ്രേഡ് കോമ്പൻസേഷൻ വാല്യൂ എക്സീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ എടുക്കണം? മിനിമം വാല്യൂ എടുക്കണം. ദെയർഫോർ പ്രൊവൈഡ് എ ഗ്രേഡ് കോമ്പൻസേഷൻ 1.25%. അപ്പോൾ 1.25% എന്നുള്ളത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഗ്രേഡാണ്. ആകെ ഗ്രേഡ് എത്രയാണ്? 6%. അതിൽ നിന്നും എത്ര കോമ്പൻസേറ്റ് ചെയ്യണം? 1.25% കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ റൂളിംഗ് ഗ്രേഡിയൻറ്റിൽ നിന്നും 1.25 കുറച്ചു. 6 - 1.25 നമുക്ക് എത്ര കിട്ടി? 4.75%. അതാണെന്ത്? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഗ്രേഡ് കോമ്പൻസേഷനും കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4.75% കിട്ടിയതുകൊണ്ട് നമ്മൾ ആ വാല്യൂ എടുക്കണം. ഇനി നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ 4-നേക്കാളും കുറവാണെന്ന് വിചാരിക്കുക. 3 or 3.5 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എത്ര എടുക്കണം? മിനിമം 4% നമ്മളവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കണം.